ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇനി നമ്മള് ഹരിനാമ കീർത്തനത്തിലെ 31-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ഖഡ്വാങ്കനെന്ന തരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വിധി ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം. ഖഡ്വാങ്കൻ എന്ന ധരണീശൻ, അതായത് രാജാവിന്, മഹാരാജാവ്, ഖഡ്വാങ്ക മഹാരാജാവിന്റെ കാര്യം പറയുന്നത് ഭാഗവതത്തിലെ 9-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലാണ്. അപ്പം ആ ഖഡ്വാങ്ക മഹാരാജാവിന് ഈ ദശരഥനെയും ഒക്കെ ദേവലോകത്തേക്ക് വിളിച്ച പോലെ ദേവന്മാര് സഹായം അഭ്യർത്ഥിച്ചു, അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് സഹായിക്കാനായിട്ട്. അങ്ങനെ ഖഡ്വാങ്ക മഹാരാജാവ് അവിടെ യുദ്ധമെല്ലാം കഴിഞ്ഞു, വിജയം കൈവരിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു പോരണല്ലോ. അപ്പൊ ദേവന്മാരുടെ സമയവും മനുഷ്യന്മാരുടെ സമയവും തമ്മില് ദേവന്മാരുടെ ഒരു ദിവസം നമ്മുടെ മനുഷ്യരുടെ ഒരു വർഷമാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയം ഒരുപാട് അങ്ങ് കഴിഞ്ഞു പോയി. അപ്പം ദേവന്മാരെന്താണ് വരം വേണ്ടത് ഈ ഞങ്ങൾക്ക് ചെയ്ത ഈ പ്രത്യുപകാരത്തിന്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി എനിക്ക് എത്രയുണ്ട് ആയുസ് ബാക്കി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ദേവന്മാർ അതിന് മറുപടി പറഞ്ഞു, അങ്ങേക്ക് എന്താണ് ഒരു മുഹൂർത്തം മാത്രം, 2 നാഴിക 45 മിനിറ്റ് മാത്രമാണ് എന്താണ് അദ്ദേഹത്തിന് ആയുസ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അപ്പം ആ 45 മിനിറ്റിൽ അനുഭവിക്കാനുള്ള എത്ര മധുസേവയോ അല്ലെങ്കിൽ അപ്സരസ്സുമാരോ അങ്ങനത്തെ പല സൗഭാഗ്യങ്ങളും ആ ദേവലോകത്ത് അദ്ദേഹത്തിന് ലഭിച്ചേനെ. പക്ഷെ അദ്ദേഹം എന്താണ് ചെറുപ്പത്തിലെ തൊട്ട് പ്രാക്ടീസ് ചെയ്തു പോയ ഭഗവത് സേവനം, അപ്പൊ ആ ഒരു മുഹൂർത്ത മാത്രം കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും രാജ്യഭാരമൊക്കെ ഏൽപ്പിക്കുകയും അദ്ദേഹം ബ്രഹ്മസായുജ്യം പ്രാപിക്കാനായിട്ട് അദ്ദേഹം ധ്യാനത്തിലിരുന്നു. ആ ഒരു 45 മിനിറ്റ് സമയം കൊണ്ട് തന്നെ അദ്ദേഹം വിഷ്ണു ലോകം പ്രാപിച്ചു, മോക്ഷം കിട്ടി. കാര്യം അദ്ദേഹം എന്താണ് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു, ഈ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് ഞാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ എന്താണ് അനേകം ജന്മങ്ങൾ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പൊ ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, ഒട്ടല്ല തൻ കളിപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ. ഒറ്റ മുഹൂർത്തം കൊണ്ട് അദ്ദേഹത്തിന് ഗതി കൊടുത്തു. പക്ഷെ അങ്ങയുടെ ഈ ലീലകള് ഞങ്ങളിലൊക്കെ ഭയങ്കര വിരുദ്ധങ്ങളായിട്ടാണ് തോന്നുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് തൊട്ട് മുൻപ് ഒരാളുടെ കാര്യം പറഞ്ഞു. പരമഭക്തനായിട്ടിരുന്ന ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ ഗുരുവിനെ വിട്ട് ആനയായിട്ട് മാറ്റി ശപിപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് ആ ആനയുടെ കാലിൽ ഒരു മുതലയെ കൊണ്ട് പിടിപ്പിച്ച് 1000 വർഷത്തോളം ഇട്ട് കഷ്ടപ്പെടുത്തി ഒരു പൊയ്കയുടെ നടുവില്. അപ്പൊ അങ്ങനെ ഒരാളോട് ചെയ്തു, പരമഭക്തനോട്. ഇവിടെ ഇങ്ങനെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഒരാൾക്ക് മുക്തി കൊടുക്കുകയും ചെയ്തു. വെറും 45 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് മുക്തി കൊടുക്കുകയും ചെയ്തു. അങ്ങയുടെ ലീലകൾ ആർക്കാണ് മനസ്സിലാകുന്നത്? അല്ലെ, ഒട്ടല്ല നിൻ കളി പോലെ. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീല. തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ, അതായത് ഞങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ തോന്നുന്നു. ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അല്ലയോ ഹരിനാരായണ, അവിടുത്തെ ലീലകൾ അപാരം തന്നെ. ഭഗവാനെ നാരായണ, അവിടത്തേക്ക് നമസ്കാരം. ഹരേ കൃഷ്ണ.